കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് ഇടാം കേട്ടോ. നമുക്ക് റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ആക്ടിവിറ്റി. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനും എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനും വേണ്ട ഡാറ്റാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ് എഴുതുക. പിന്നെ നമുക്കൊരു എക്സ്പ്ലനേഷൻ പറയാം. അതായത് ഈ പറയുന്ന ഒരു 4-5 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അനലൈസിസ് ഓഫ് എക്സ്പെൻഡിച്ചർ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും എഴുതണം കേട്ടോ എക്സാമിന്. ആ ഒരു വേർഡ് നിങ്ങൾ വിട്ടുപോകരുത്. അതായത് കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറുകൾ അനലൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എങ്ങനെ? ഇറ്റ് വിൽ എനബിൾ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എനി പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓരോ പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ആ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ദാറ്റ് കളക്ട്, ക്ലാസിഫൈ, സമ്മറൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫോർമേഷൻ. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഇൻഫോർമേഷനുകൾ. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷനുകൾ കളക്ട് ചെയ്യും, സമ്മറൈസ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 4 പോയിന്റ്സ് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് നോർമൽ ലോസ് എന്താണെന്നുള്ളത്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് വിച്ച് ഈസ് ഇൻഹറൻറ്റ് ഇൻ ദ പ്രോസസ്സിംഗ് ഓപ്പറേഷൻ. പ്രോസസ്സിംഗ് ഓപ്പറേഷനിൽ വരുന്ന ഒരു ലോസാണ്, നോർമലായി വരുന്നതാണ്. അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാനും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് ദ ലോസ് വിച്ച് ഈസ് ഇനീവിറ്റബിൾ ഇൻ എനി പ്രോസസ്സ്. അതായത് എല്ലാ പ്രോസസ്സിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, കാരണം അത് നോർമലായിട്ട് എന്തായാലും വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് 100 ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് 95 ആണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം 5% എന്തുണ്ട്? നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസിനും പുറമെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാതെ വരുന്ന ലോസാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നുണ്ട്, അബ്നോർമൽ ലോസ് ഓർ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇഫ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നോർമൽ ലോസിൻ്റെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ടിനെക്കാട്ടും, നമ്മൾ നോർമൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ടിനെക്കാട്ടും കുറവാണ് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസിനെ നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നു. ഇനി ആക്ച്വൽ നമുക്ക് ഉണ്ടായ ഔട്ട്പുട്ട് നോർമൽ ഉണ്ടാകാറുള്ള ഔട്ട്പുട്ടിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്താണ്? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പോയിന്റ് അപ് ടു വിച്ച് ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് വിച്ച് ക്യാൻ ബി either ജോയിൻറ്റ് പ്രൊഡക്റ്റ് ഓർ ബൈ പ്രൊഡക്റ്റ്. അതായത് ഒരു മൾട്ടിപ്പിൾ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് കോമൺലി യൂസ് ചെയ്യാണ്. ഓക്കെ, ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പ്രൊഡക്റ്റും ആവാം, ബൈ പ്രൊഡക്റ്റും ആവാം. ഏത് പ്രൊഡക്റ്റ് ആയാലും ആ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ നമ്മുടെ ഇൻപുട്ട് ഫാക്ടേഴ്സ് കോമൺലി യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുക. ആഫ്റ്റർ ദിസ് പോയിന്റ് ദ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ഓർ ബൈ പ്രൊഡക്റ്റ് ഗെയിൻ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. ഈ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റ് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്, സെപ്പറേറ്റ് നിലനിൽപ്പുണ്ട്. അതുവരെ അവരെന്തായിരിക്കും? കോമൺ ആയിരിക്കും, ഒരുമിച്ചായിരിക്കും. അതിനുശേഷം ഈ ഒരു പോയിന്റിന് ശേഷം അവർക്ക് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ അപ് ടു എ സർട്ടൺ സ്റ്റേജ്, ഒരു സർട്ടൺ സ്റ്റേജ് വരെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ എല്ലാ പ്രൊഡക്റ്റുകളുടെയും സെയിം ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് സ്റ്റേജ്, ആ സ്റ്റേജിന് ശേഷം ഇൻഡിവിജ്വൽ പ്രോസസ്സിങ് ബിക്കം ഡിഫറെൻ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഓരോ പ്രോസസ്സിങ്ങും എന്തായിരിക്കും? ഡിഫറെൻറ്റും ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡയറിയിൽ നമുക്ക് മിൽക്ക് ഉണ്ട്, ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മിൽക്ക് പൗഡർ ഉണ്ട്, ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും കോമൺ മെറ്റീരിയൽ എന്താ? മിൽക്കാണല്ലേ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ എന്താണ് ചെയ്യുക? എല്ലാത്തിനും നമ്മൾ കോമൺ ആയിട്ട് മിൽക്ക് എടുക്കും. ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്? പിന്നെ അത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളായിട്ട് മാറുകയാണ് അല്ലേ.
അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം കോസ്റ്റ് ആർ അബ്സോർബ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇറ്റ് സെൽഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അതായത് നമ്മൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് യൂണിറ്റിലേക്കും ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ നോക്കാതെ തന്നെ എല്ലാ കോസ്റ്റുകളും അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഒരു പ്രൊഡക്റ്റിലേക്ക് ഫിക്സഡ് കോസ്റ്റും ചാർജ് ചെയ്യും, എല്ലാ വേരിയബിൾ കോസ്റ്റും ചാർജ് ചെയ്യും. Okay, it is based on the principle that cost should be charged or absorbed to whatever is being costed if it is a cost unit or cost center. കോസ്റ്റ് യൂണിറ്റ് ആയാലും കോസ്റ്റ് സെൻറ്റർ ആയാലും ഇവിടുത്തെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തിലേക്കായാലും എല്ലാ കോസ്റ്റുകളും നമ്മൾ ചാർജ് ഓർ അബ്സോർബ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേസൻ കോസ്റ്റിംഗ് എന്താണെന്നാണ്. അതിന് മുമ്പ് നമുക്ക് കേസൻ എന്താണെന്ന് നോക്കാം. കേസൻ ഇസ് എ ജാപ്പനീസ് ടേം. അതൊരു ജാപ്പനീസ് ടേമാണ് ഫോർ മേക്കിംഗ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ റിലേറ്റീവ്ലി സ്മോളർ ആക്ടിവിറ്റീസ്. അതായത് വലിയ ഇന്നോവേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ്സ് ഒന്നും കൊണ്ടുവരാതെ ചെറിയ ആക്ടിവിറ്റീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്ന ഒരു ജാപ്പനീസ് ടേമാണ് കേസൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂവൽ കോസ്റ്റ് റിഡക്ഷൻ ഒക്യൂർ ആഫ്റ്റർ എ പ്രൊഡക്റ്റ് ഡിസൈൻ ഹാസ് ബിൻ കംപ്ലീറ്റഡ് ആൻഡ് ഈസ് നൗ ഇൻ പ്രൊഡക്ഷൻ. അതായത് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആയി അത് പ്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ കണ്ടിന്യൂസ് കോസ്റ്റ് റിഡക്ഷൻ നമുക്ക് പറ്റുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ടിരിക്കുക സ്മോളർ ആക്ടിവിറ്റീസിൽ. അതിനെയാണ് കേസൻ എന്ന് പറയുന്നത്. ദെൻ കേസൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് മാനേജിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റിംഗ് എന്ന് അതിനെ നമ്മൾ പറയും. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു സ്റ്റാൻഡേർഡ് ലെവൽ നമ്മൾ കോസ്റ്റിങ്ങിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ സ്റ്റാൻഡേർഡ് ലെവലിനെക്കാട്ടും നമ്മൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ബട്ട് അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കോ അവിടുത്തെ സ്റ്റാഫിനോ സേഫ്റ്റിക്കോ അങ്ങനെയുള്ളതിനൊന്നും ഒരു ഇമ്പാക്റ്റും ഒരു പ്രശ്നവും ഉണ്ടാകാതെ നമ്മൾക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിനെക്കാട്ടും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കേസൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ. ഇനി വളരെ ലെങ്തി ആവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര വരെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ലേറ്റ് ആയിട്ടായാലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും നോക്കിയാൽ മതി. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലാണ് നമുക്ക് ആ വീഡിയോ ചെയ്യാനൊരു ഇതുണ്ടാവുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.